അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സ്ട്രക്ചറുകളും തർക്കമന്ദിരങ്ങളായി പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകും. നമുക്കെല്ലാത്തിനും കേവലമായ സിവിൽ സ്യൂട്ടുകൾ ഫയൽ ചെയ്യുക, എൻ്റെയാണ്, ഞങ്ങളുടെ തെളിവുണ്ട്, ഹാജരാക്കാം. അല്ലെങ്കിൽ തെളിവ് എവിടെ ചോദിക്കും, നിങ്ങൾ കുഴിച്ച് നോക്ക്, തെളിവ് കിട്ടും. തെളിവുണ്ടെങ്കിൽ തെളിവ് എൻ്റെ കയ്യിലില്ല, കുഴിച്ച് നോക്ക് കിട്ടും. അപ്പോൾ കോടതി നേരിട്ട് കുഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, തെളിവുണ്ടാക്കി കൊടുക്കാൻ ഈ വന്നവന്. നിങ്ങളൊരു പ്രശ്നമായിട്ട് വരികയാണ്, എൻ്റെ വീട്ടിന് സേഫിന് അവകാശമുണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ കോടതി ആദ്യം ചോദിക്കേണ്ടതാണ്, എന്താ നിൻ്റെ കയ്യിലുള്ള തെളിവെന്നല്ലേ. കോടതി ചോദിക്കുന്നില്ല, പകരം എന്താണ് നീ പറയാം, അല്ല നിങ്ങൾ സേഫ് പറയണം, കുഴിച്ചാൽ കിട്ടും സാർ, എന്നാൽ കുഴിക്കാൻ, നമുക്ക് ഒരുമിച്ച് കുഴിക്കാൻ, കിട്ടാൻ തെളിവുണ്ടാക്കാൻ കോടതിയുടെ പണിയല്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണ്, ഈ പറയുന്ന തരത്തിൽ ആർക്കും ഒരു മന്ദിരത്തെ തർക്കമന്ദിരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഗുരുതര കീഴ്വഴക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതി അത് ചെയ്യാൻ പോകുന്ന നോക്കണം, കാരണം സുപ്രീം കോടതി ഇതിന്മേൽ ഒരു നടപടിയും പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നടപടിയൊന്നുമില്ല, തർക്കമന്ദിരമൊന്നും ഞങ്ങൾ ഇനിയിപ്പോൾ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ആക്കുന്ന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കുഴപ്പമാണ്. തർക്കമന്ദിരമായിരുന്നു ബാബരി മസ്ജിദ് എന്നാണ്. ബാബരി മസ്ജിദിന് ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന്, അതിന് ഭരണകൂടം എന്താണ് ചെയ്തു കൊടുത്ത ഒത്താശയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം 91 നിയമം, ആരാധനാലയ നിയമം 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഓരോ ആരാധനാലയങ്ങളും ആരുടേതായിരുന്നോ അവയെല്ലാം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ആ നിയമം അന്യായമാണ് എന്നാണ് ഇപ്പോൾ ഒരു പുതിയ ഹർജി കോടതിയിലുള്ളത്. സുപ്രീം കോടതി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിയമം റദ്ദാക്കണമെന്നാണ് കോടതിയുടെ ആവശ്യം. നമ്മൾക്ക് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുമ്പോൾ അത് ഇന്ത്യയുടെ നിലനിൽപ്പിൽ തന്നെ വളരെ പരമപ്രധാനമായൊരു വിധിയാണെന്നും അത് ഭരണഘടനാനുസൃതമാണെന്നും അതിൽ തൊടാൻ പാടില്ല എന്നും പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ച് ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ആ ബെഞ്ചിലുണ്ടായിരുന്ന ആൾ CJ ആയി കഴിഞ്ഞപ്പോഴാണ് ഗ്യാൻവാബി മസ്ജിദിൽ നടക്കട്ടെ പരിശോധന എന്ന് പറയുന്നുള്ള വൈരുദ്ധ്യം അവിടെയുണ്ട്. അപ്പോൾ അത് നിൽക്കെ സുപ്രീം കോടതി ഇപ്പോൾ 91 ആക്ട് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ 91 ആക്ട് നിലനിൽക്കുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഈ ഹർജിക്കാർ കൊടുത്തിരിക്കുന്ന വാദം എന്താണ്, അങ്ങനൊരു ആക്ട് വെച്ച് എല്ലാം തടഞ്ഞാൽ ഓരോ മന്ദിരത്തെക്കുറിച്ചുമുള്ള ശരിയാവണ്ണവും നീതിയുക്തവുമായ പരിശോധന നടത്താൻ കോടതികൾക്കുള്ള അധികാരം പരിമിതപ്പെടുകയാണ്. ഒരു കേസ് വന്നു, ഇത് എൻ്റെയാണെന്ന് പറഞ്ഞ ആൾ വരുന്നു, ശരിയാവണ്ണം പരിശോധിച്ചൊരു തീർപ്പെടുക്കാൻ കോടതി കഴിയില്ല, വരുമ്പോൾ തന്നെ ഹർജി തള്ളണമെന്ന് നിയമം വരികയാണ്. അത് ശരിയല്ല എന്നാണ് അവരുടെ വാദം. അതൊരു ലോജിക്കലായിട്ടുള്ള ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് ശരി ആ നിയമം കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് വരുന്ന ഓരോ കേസുകളും പരിശോധിച്ച് വസ്തുത ബോധ്യപ്പെടാം എന്ന് തീരുമാനിച്ചാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്താണ് സേഫ് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കോടതികളടക്കം പെരുമാറുന്ന എങ്ങനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ തെളിവുകൾ ആരാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു പള്ളി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, ആ പള്ളി അമ്പലമാണോ എന്ന് സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, തെളിവുകൾ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗവേഷണ സ്ഥാപനങ്ങൾ ആരുടെ കയ്യിലാണ്? ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പോലും ഗവേഷണ സ്ഥാപനങ്ങൾ ഇപ്പം ASI ഒക്കെ പെരുമാറിയത് എങ്ങനെയാണ്, ASI പെരുമാറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഭരണകൂടമാണ് ബാക്കി സംഗതികളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ. കോടതി എന്താ ചെയ്യുക? ഭരണകൂടത്തോട് പറയുകയാണ്, നിങ്ങൾ പരിശോധന നടത്തൂ, നിങ്ങളുടെ പുരാവസ്തു രേഖകൾ കൊണ്ടുവരൂ, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. പിന്നീട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലാണ് തെളിവുകൾ ഉണ്ടാക്കേണ്ടതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഭരണകൂടം ആരുടെ കയ്യിലാണ്? ഇതേ പള്ളികൾ ഞങ്ങളുടെ അമ്പലങ്ങളാണ് എന്ന് പറഞ്ഞ് വക്കീലന്മാരെ അയക്കുന്ന ഭരണകൂടത്തിൻ്റെ പാർട്ടി, അവരാണ് മൊത്തം റൺ ചെയ്യുന്നത്. അപ്പോൾ കോടതി ഈ 91 നിയമം എടുത്തു കളയുകയും ഓരോ കേസും 1 by 1 ആയി പരിശോധിക്കാനും തീരുമാനിച്ചാൽ ആ കേസിനെല്ലാം നിർണായകമാകുന്ന സംഗതികളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ താല്പര്യം എന്താണ്? നിരന്തരമായി മനുഷ്യരെ ഇത്തരം സംഘർഷങ്ങളിൽ കുരുക്കിയിടുക, ഇത്തരം പള്ളികൾക്ക് മേൽ നിരന്തരമായ അവകാശവാദം ഉന്നയിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പം 91 ആക്ട് നമ്മൾ എടുത്തു കളഞ്ഞാൽ, ആ 91 ആക്ട് എടുത്തു കളയുക വഴി ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരു നിലയ്ക്കുള്ള ഗുണമല്ല ഉണ്ടാകാൻ പോകുന്നത്. അപകടകരമായ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന നോക്കണം. നമ്മൾ കുറേ ഈ പള്ളികളുടെ കണക്കെടുത്ത് ഇപ്പോൾ ഷാഹി ജുമാ മസ്ജിദ് സംഭാലിലത് ഇപ്പോൾ ഒന്നാമത് ഈ തർക്കത്തിലാണ്. അത് കഴിഞ്ഞ് കുറേ മസ്ജിദുകൾ ഇപ്പോൾ നിയമപരമായി ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഈ 91 ആക്ട് എടുത്തു കളയാൻ പോകുകയാണെങ്കിൽ ഇപ്പം അട്ടാല മസ്ജിദ് ഉത്തർപ്രദേശ്, പിന്നെ കമൽ മൗല മസ്ജിദ് മധ്യപ്രദേശ്, ഗ്യാൻവാപി മസ്ജിദ് വാരണാസി, ഷംസി ജുമാ മസ്ജിദ് ഉത്തർപ്രദേശ്, ഖുവത്തുൽ ഇസ്ലാം മസ്ജിദ് ഡൽഹി, ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് മഥുര, ടീലേവാലി മസ്ജിദ് ലക്നൗ, അജ്മീറിലെ ദർഗ, പിന്നെ മലാലി ജുമാ മസ്ജിദ് മംഗലാപുരം. ഒറ്റ നോട്ടത്തിൽ വെറുതെ നമുക്ക് നോക്കിയാൽ കാണാം ഇത്രയും പള്ളികൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ്. അതിൽ 1-2 ഹർജികൾ കോടതി തള്ളുകയും ചിലത് സുപ്രീം കോടതി പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കുകയാണ്. ചില കേസുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം ഒരു ഫ്ലഡ് പോലെ വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പള്ളികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഓൾറെഡി ഉയർത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവ ഇനി ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ പോകുന്നതിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് കോടതികൾ റെസ്പോൺസിബിളായി പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാണ്. ഈ സംഗതി ഈ മധുരയിലെയും അല്ലെങ്കിൽ സംഭാലിലെയും ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പം ഇപ്പം തൊടാൻ പാടില്ല, 91 നിയമത്തിന് തീരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് തൊടാമെന്ന് പറയേണ്ട ഉത്തരവാദിത്വം കാണിക്കാതിരുന്നു കോടതി. അതിലിപ്പോൾ DY ചന്ദ്രചൂഡ് അടക്കമുള്ള ആളുകൾ ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിരുത്തരവാദമായ സമീപനത്തിൻ്റെ ഒരു വലിയ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ തർക്കമന്ദിരമാവുന്നു, നാളെ ഈ പള്ളി ഞങ്ങൾക്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നിത്യനരകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ കൂടി കാർമ്മികത്തിൽ എന്നൊക്കെ കാണണം. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിധി.